ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എത്ര പേരിന്ന് മരുന്ന് കഴിച്ചു? ആമേൻ. ആമേൻ. വചനമാകുന്ന മരുന്ന് ഞാൻ ഇന്ന് കഴിച്ചു. ആമേൻ. ആമേൻ ആമേൻ. അപ്പോൾ അത് ഭക്ഷിക്കുക, അത് ഭക്ഷിച്ച് കർത്താവിൽ ബലം പ്രാപിക്കുക. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനങ്ങളെ കേൾക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇന്നലെ കേട്ട വചനം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അഭിഷേകം നുകങ്ങളെ തകർക്കും. ആമേൻ. അഭിഷേകം നുകങ്ങളെ തകർക്കുമെന്ന് തൊട്ട് നമ്മൾ തുടർമാനമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അഭിഷേകത്തെ പറ്റി കേൾക്കും. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ നമുക്കിന്ന് കേൾക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആമേൻ. തിരുവചനത്തിൽ പറയുകയാണ്, അബ്രഹാമിന് വിശ്വാസത്താൽ തനിക്ക് അവകാശമായി തന്ന ദേശം, ദൈവം തനിക്ക് അവകാശമായി കിട്ടുവാണ്ടിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ചു അവിടേക്ക് പോയി. ശ്രദ്ധിച്ചോണം, ഇദ്ദേഹത്തിന് അവകാശം തരുന്ന ദേശം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്രായേൽ 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 എന്നുള്ള പദം ബൈബിളിൽ ഒത്തിരി കാണാൻ പറ്റും. ഇസ്രായേലിനെ നമുക്കറിയാം, ലോകത്തിൽ ഇസ്രായേലിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ പല പ്രശ്നങ്ങളിലൂടെയും പല യുദ്ധങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പലരുടെ മനസ്സിലും ഇസ്രായേലിനെ പറ്റി പല ചിത്രങ്ങളുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ അകത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത്, അതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനം, ആ രാജ്യത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ കാണാം. നമ്മളിപ്പം നമുക്കറിയാം, ചില ആളുകൾ പല പ്രശ്നങ്ങളിലൊക്കെ ലോകത്തിൽ കാണുമ്പോൾ ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗത്ത് നിൽക്കുന്നു. ഞാൻ അതിലേക്കൊന്നും പോകണില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇസ്രായേലിന് ഒരു പ്രത്യേകത നമുക്ക് അതിൽ നിന്ന് പഠിക്കാനൊരു ഉണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ദൈവം അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവർ നിൽക്കുന്ന ഭൂമി അവർക്ക് ദൈവം കൊടുത്ത ഒരു അവകാശമാണ്, അല്ലേ? ആ അവകാശം ദൈവം കൊടുത്തത് കൊണ്ട് ഒരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ ആ മണ്ണ് എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകത്തില്ല. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും അവർ ആ അവകാശം വിട്ട് പോകത്തില്ല. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ എവിടെ പോയി സ്ഥലം മേടിച്ച് ഒരു രാജ്യമാക്കാൻ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞിടെ കേട്ടു, ഒരു സ്വാമി ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി അദ്ദേഹം ഒരു രാജ്യം തന്നെ നിർമ്മിച്ച് അതിനൊരു പേരൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയൊക്കെ കണ്ടു, അല്ലേ? വലിയ വാർത്ത. അപ്പോൾ ഒരു സ്വാമി ആയിട്ടുള്ള മനുഷ്യൻ ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം ഒരു രാജ്യം തന്നെ എന്ത് ചെയ്തു, നിർമ്മിച്ചെടുത്തു. നമ്മൾ ആ വാർത്തയൊക്കെ എപ്പോഴും കാണുന്നല്ലേ. ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയത്തില്ല, പക്ഷേ അയാൾ പോയി എന്ത് ചെയ്തു, ഒരു രാജ്യം മേടിച്ചു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് മരുഭൂമിയിൽ പോലും കൃഷി ചെയ്യുവാൻ കഴിവുള്ള, അത്രത്തോളം അറിവുള്ള, ടെക്നോളജിയുള്ള ഈ രാജ്യം അവരെന്തുകൊണ്ടാണ് ആ മണ്ണ് വിട്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയി ഒരു ജീവിതം ആരംഭിക്കാത്തതിന്റെ കാരണം എന്നാ നിങ്ങൾക്കറിയാവോ? വാഗ്ദത്തം ചെയ്ത ഭൂമി, അത് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. അതായത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാലും അവർ പറയും, ഞങ്ങൾക്ക് ഇത് അവകാശമാണ്, ഇത് വിട്ടൊരു കളി ഇല്ല. എന്തൊക്കെ പ്രശ്നം വന്നാലും ഇത് വിട്ടൊരു കളിയില്ല. നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു മർമ്മമുണ്ട് കേട്ടോ. യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുകൊണ്ടിരിക്കട്ടെ, എന്തു ആയിക്കോട്ടെ, എങ്കിലും അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു സംഭവം നമുക്ക് കേൾക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത് വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്ന് താൻ അറിയുന്നില്ല. അപ്പോൾ അബ്രഹാം മുതൽ തുടങ്ങിയ ഒരു യാത്രയാണിത്. അതായത് പിതാക്കന്മാർ മുതൽ ഇവർ കണ്ടും കേട്ടും പഠിച്ചൊരു സംഭവമുണ്ട്. ദൈവം തരുന്ന അവകാശം അത് എന്ത് ചെയ്തോണം, വിട്ടുകളയരുത്. അത് നിങ്ങൾ എന്ത് ചെയ്തോണം, മുറുക്ക പിടിച്ചോണം. ദൈവം അത് നിങ്ങൾക്ക് തരും. വീണ്ടും ശ്രദ്ധിച്ചോണം, ഇത് ഇവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരാം. ഈ ദിവസം ഞാൻ എൻ്റെ ഉള്ളിൽ വൈകുന്നേരം വന്ന ഒരു ചിന്ത മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അർത്ഥം, ആ വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾ, വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ച്, കാണാൻ പറ്റുന്നവർ ക്ലിയർ ആണോ?
അപ്പോൾ എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്തു. ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തെങ്കിൽ ഇങ്ങനെ വാക്യം, ഫോർ ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം, ഫോർ ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ദൈവം പറയുകയാണ്, ഞാൻ റെഡി ആയിട്ട് നിൽക്കുക, ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് എൻ്റെ ഈ വചനത്തെ നിവർത്തിപ്പാൻ. ദൈവം എന്ത് ചെയ്യുകയാണ്? റെഡി ആയിട്ട് നിൽക്കുക. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ദൈവം അത് നിവർത്തിപ്പാൻ റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറ. ദൈവം അത് നിവർത്തിക്കുവാൻ റെഡിയായി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം തന്നെ പറയാണ്, എൻ്റെ വചനം, ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ഞാൻ ആ വചനത്തെ ഒന്ന് നിവർത്തിപ്പാൻ ആരാണോ ഒന്ന് ഏറ്റെടുക്കുന്നത്. ആ സമയത്താണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ തന്നെ താൻ അത് കേട്ട പാടി എന്ത് ചെയ്തു? താൻ ഇതുവരെ അത് എവിടെ പോകുന്നത് പോലെ അറിയത്തില്ല, പക്ഷെ താൻ അത് കേട്ട ഉടനെ, തനിക്കൊരു അവകാശമുണ്ടെന്ന് കേട്ട ഉടനെ താൻ പുറപ്പെട്ടു എന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊരു ചിത്രം ഇങ്ങനെ തരാൻ വേണ്ടി മാത്രമാണിത്. ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയെങ്കിലും നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു വാക്തത്വം കിടപ്പുണ്ടെങ്കിൽ ആ വാക്തത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആ വാക്തത്വം നിങ്ങളുടെ അവകാശമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വാക്തത്വം എൻ്റെ അവകാശമാണ്. വാഗ്ദത്തം എന്റെ അവകാശമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ രാജ്യത്ത് എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകാത്തത്? ഒന്നുകൂടെ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് രാജ്യം വിട്ട് അവർ പോകാത്തത്? അവരുടെ അവകാശമായതിനാൽ. അവരുടെ അവകാശമാണ്. എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് ഇന്ന് വന്ന ഒരു ചിന്തയാണ്, അവരുടെ അവകാശത്തെ അവർ കൊടുക്കത്തില്ല. ഇനി എന്ത് പ്രശ്നം വന്നാൽ, നിങ്ങൾ മുഴുവൻ നോക്കിയോ, ഇനി 3-ാം ലോക മഹായുദ്ധം വന്നാൽ പോലും അവരത് കൊടുക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകം മുഴുവനും ഇവർക്കെതിരെ നിന്നാൽ, ഒരു ചോദ്യമാണ്, ലോകം മുഴുവൻ എതിരെ നിന്നാൽ, ഇടുക്കി ജില്ലയിടത്തോളം വലിപ്പമുള്ള ഈ കുഞ്ഞു രാജ്യം, അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഈ ജനം എങ്ങനെ പിടിച്ചു നിൽക്കും? ഒരു ചോദ്യം, എങ്ങനെ പിടിച്ചു നിൽക്കും? നിങ്ങൾ പറ. ദൈവത്താൽ പിടിച്ചു നിൽക്കപ്പെടും. ഈ വചനം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നോക്കിയാൽ മതി. എൻ്റെ വചനം, അതായത് ഞാൻ തന്ന വാക്തത്വം നിവർത്തിക്കേണ്ടതിന് ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ദൈവം റെഡി ആയിട്ട് നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ വാക്തത്വം അവർ മാറത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം തിരിച്ച് എന്നാ പറയും? ഞാൻ റെഡിയാ. എന്തിനാ റെഡി ആയിട്ട് നിൽക്കുന്ന അറിയാമോ? നിന്റെ അവകാശത്തെ നിനക്ക് തരുവാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കും. എൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം ആരുടെ പക്ഷത്ത് നിൽക്കും? ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കും. കണ്ടോ? ആമേൻ. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം, ബൈബിളിൽ എവിടെയെങ്കിലും ഒരു വചനം കണ്ടാൽ ആ വചനത്തിന് അവകാശി ആരാ? ഞാൻ. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കൊരു വചനം കിട്ടി, ഒരു വാക്തത്വം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് കയറാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വചനം നിങ്ങളുടെ അവകാശമാണ്. ബ്രദറെ, ഞാൻ എന്നാ ചെയ്യാനാ? പക്ഷേ ഞാൻ ആ വചനമൊക്കെ പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ആ വചനം നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വന്നേക്കണം, ഈ വചനം എൻ്റെ മുമ്പിൽ നിവർത്തിച്ചു തരുവാൻ റെഡി ആയിട്ടൊരു കർത്താവുണ്ട്. പക്ഷെ അബ്രഹാമിനെ പോലെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. നിങ്ങളൊരു തീരുമാനം എടുത്തോണം, ഇല്ല, ഞാൻ ഈ വചനത്തിൻ്റെ നിവർത്തി കാണും, ഞാൻ ഈ വചനത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹത്തെ അവകാശമാക്കും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അവകാശമാക്കും. എൻ്റെ കൂടെ ദൈവം വരുമെന്ന് പറ. ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ അവകാശമാക്കും, ദൈവം എൻ്റെ കൂടെ വരും. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവം എല്ലാത്തിനും കൂട്ടു നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം എല്ലാത്തിനും കൂട്ടു നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ദൈവം എല്ലാത്തിനും കൂട്ടു നിൽക്കത്തില്ല. പക്ഷെ ദൈവം കൂട്ടു നിൽക്കുന്ന എന്നാണെന്നറിയാവോ? എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. അപ്പൊ ദൈവം കൂട്ടു നിൽക്കുന്ന എന്തിനു വേണ്ടി മാത്രമേ ഉള്ളൂ? വചനം നിവർത്തിക്കേണ്ടതിന്. ആരാണോ ഈ വചനത്തെ ഏറ്റെടുത്ത് വിശ്വസിച്ച് പറയുന്ന ആൾക്കാർ, അവരുടെ കൂടെ ദൈവം വന്നിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ ബലവും ധൈര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ വാഗ്ദത്തം ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ദൈവം അത് ഞങ്ങൾക്ക് തന്നിരിക്കും. അത് തരാൻ വേണ്ടി ഇനി എത്ര യുദ്ധങ്ങൾ, എത്ര പ്രശ്നങ്ങൾ, എത്ര പ്രതികൂലങ്ങൾ, ലോകരാജ്യങ്ങൾ മുഴുവൻ എതിരായാലും ഇസ്രായേൽ പറയും, അത് ഞങ്ങളുടെ കൈവശമാക്കി തരുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. നിങ്ങളുടെ മനസ്സിലിരുന്നോണം. ഇന്ന് എൻ്റെ ഉള്ളിൽ
ഇന്ന് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ അതങ്ങനെ ആ വാക്ക് ശ്രദ്ധിച്ചാൽ ഐ ആം റെഡി എന്നാ ദൈവം പറ. ഐ ആം റെഡി. എൻ്റെ കൂടെ പറഞ്ഞ കർത്താവ് റെഡിയാന്ന് പറ. കർത്താവ് റെഡിയാണ്. കർത്താവ് എന്നെ എന്റെ കുടുംബത്തെ ഇനി അനുഗ്രഹിക്കാൻ റെഡിയാണ്. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. ഇനി രോഗസൗഖ്യത്തെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. ഇത്രയും നിങ്ങൾക്ക് കേട്ടതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രം വന്നല്ലോ. യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യമാണ്, പരിചിതമായ വാക്യമാണ്. സാക്ഷാൽ യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും അടിച്ചുമെന്ന് വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റു, എൻ്റെ അകൃത്യ നിമിത്തം തകർന്നിരിക്കുന്നു. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആവശ്യമാണോ അവകാശമാണോ? അവകാശം. അവകാശം. ആമേൻ. ശ്രദ്ധിച്ചോണം. ആവശ്യമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇനിയിപ്പോ നിങ്ങൾ പറയും എനിക്ക് എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ആവശ്യം എന്ന് പറഞ്ഞാൽ അത് കിട്ടാതിരിക്കാം, കിട്ടിയെന്നും ഇരിക്കും. നിങ്ങൾ പറയും എനിക്കിപ്പോൾ അത് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പക്ഷെ അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണോ? കിട്ടും. കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചോണം. സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, ദൈവം അവനെ ശിക്ഷിച്ചു ദണ്ഡിപ്പിച്ചു എന്ന് വിചാരിച്ചു, എന്നാൽ നമ്മുടെ അതിക്രമ നിമിത്തം യേശു മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം യേശു തകർന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, യേശു തകർക്കപ്പെട്ടത് എൻ്റെ സൗഖ്യം എന്ന അവകാശത്തെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. ആമേൻ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ സൗഖ്യം എന്ന അവകാശത്തെ നേടിയെടുക്കുവാൻ യേശു സ്വന്തം ശരീരത്തെ തകർത്തു കളഞ്ഞു. ആമേൻ. എന്റെ സൗഖ്യം എന്ന അവകാശം നേടിയെടുക്കുന്നതിനാണ് യേശു സ്വന്തം ശരീരത്തെ തകർത്തു കളഞ്ഞു. ആമേൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ആരോഗ്യം എൻ്റെ ആവശ്യമാണോ അവകാശമാണോ? അവകാശം. അവകാശം. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഇസ്രായേലിനെ പറ്റി പറഞ്ഞത്, അബ്രഹാമിനെ പറ്റി പറഞ്ഞത്. പിതാക്കന്മാർ മുതൽ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു വന്നൊരു പാഠമുണ്ട്, വിട്ടുകൊടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അതെന്തോ അങ്ങനെ പഠിപ്പിക്കാൻ കാര്യം വെച്ചാൽ, ആദ്യം അവർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. 2, ഈ വാഗ്ദത്തം ആര് കയറി പിടിക്കുന്നോ അവന്റെ കൂടെ ദൈവം നിൽക്കും. എന്തിനാ ദൈവം നിൽക്കുന്നറിയാവോ? ഐ എം റെഡി ടു പെർഫോം മൈ വേർഡ്. ഞാൻ റെഡിയായി നിൽക്കുകയാ അതൊന്ന് പെർഫോം ചെയ്യാൻ, നിവർത്തിച്ച് കാണിക്കുവാൻ റെഡിയാ. ഒരു ചിത്രം കൊടുത്തിരിക്കുക അവർ. ഇസ്രായേലിലെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ച ഒരു പാഠം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമുക്കൊരു വചനം തന്നിട്ട് പറയുകയാണ്, നീ എങ്ങനെയും പോയി രക്ഷപ്പെട്ടോ എന്നല്ല പറഞ്ഞേക്കുന്നത്, നീ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. അതാണ് അവരുടെ ധൈര്യം. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു തീരുമാനം എടുത്തോണം. രോഗസൗഖ്യവും ആരോഗ്യവും പറ എൻ്റെ ആവശ്യമല്ല അവകാശമാണെന്ന് പറ. രോഗസൗഖ്യവും ആരോഗ്യവും എന്റെ അവകാശമാണ്, എന്റെ ആവശ്യമാണ്. ആവശ്യമല്ല, എന്റെ അവകാശമാണ്. ആമേൻ. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് ഞാൻ സൗഖ്യമാകുവാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പെർഫോം ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായിക്കോട്ടെ. ഞാനിത് പിടിച്ചാൽ ദൈവം പ്രവർത്തിക്കുവാൻ റെഡിയാ. ഈ ബ്രദറെ, ഞാൻ കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊന്ന് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നു. ഇസ്രായേലിലോട്ട് നോക്കിക്കേ. ഇത്രയും ബോംബിട്ട് പ്രശ്നങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. അവിടെ നിന്ന് ഇവിടുന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അവർക്കെതിരെ പല പ്രയാണങ്ങളും പല പ്രശ്നങ്ങളും ഇങ്ങനെ ഇട്ടിട്ട് പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം കേട്ടിട്ട് ഇസ്രായേലെ, നിങ്ങൾ എന്തുകൊണ്ടാണ് മനം തിരിഞ്ഞ് മനം തൊന്നിട്ടേച്ച് പോകാത്തത്? പോകത്തില്ല. അവർ പറയും, ഞങ്ങളുടെ ദൈവം റെഡിയായിട്ട് നിൽക്കുക ഇത് തരാൻ റെഡിയായിട്ടൊരു ദൈവം നിൽക്കുന്നെങ്കിൽ ഇത് വിട്ടുപോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇത് ഞങ്ങളുടെ അവകാശമാണ്. തിരിച്ചറിഞ്ഞോണം. രോഗത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. എത്ര പേര് കണ്ണാടി ഇല്ലാതെ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ആമേൻ. ആമേൻ. എത്ര പേര് എൻ്റെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കിഡ്നി പ്രശ്നങ്ങളും പൂർണ്ണമായി ഞാൻ രോഗസൗഖ്യം അവകാശമാക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്? ആമേൻ. 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 എത്ര പേര് മടുത്തു പോയവരുണ്ട്? പ്രാർത്ഥിച്ചു മടുത്തു പോയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇനി മടുത്തു പോയവര് കേട്ടോണം, മടുത്തു പോയവര് ശ്രദ്ധിച്ചോണം, മടുത്തു പോകരുത്.
ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറയാം. നിങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട്, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ മുറിക്കകത്തോട്ട്, നിങ്ങൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കട്ടിലയിൽ ഒരു പരിചയമില്ലാത്തൊരു വഴിപോക്കം കയറി കടന്നാൽ നിങ്ങൾ അവിടെ സോറി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമോ? ഇല്ല. ഇല്ല. കാര്യം ആ കട്ടിലിന്റെ അവകാശി ആരാ? നമ്മൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാ. യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ട് നേടിയെടുത്ത രോഗസൗഖ്യം. നിങ്ങൾ പറയും, കർത്താവേ എനിക്ക് ആരോഗ്യം വന്നേ പറ്റത്തുള്ളൂ, എനിക്ക് ആരോഗ്യം ലഭിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു, നമ്മൾ ആ വചനത്തെ വിശ്വസിച്ചാൽ ദൈവം എൻ്റെ കൂടെ ജാഗരിക്കും, ദൈവം എൻ്റെ കൂടെ നിൽക്കും. ആമേൻ. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചോണം, കർത്താവെ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച വർദ്ധിക്കും, എൻ്റെ കിഡ്നികളുടെ പ്രവർത്തനം വർദ്ധിക്കും, എൻ്റെ ആന്തരിക അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ ബ്ലഡിലെ കൗണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അത് എനിക്ക് മേൽ നോർമലായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ബ്രദറെ അത് ശരിയാകുമോ? നിങ്ങൾ നോക്കി, ഇത്രയും വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മൾ എന്തോരം വാർത്തയെ കാണുന്നല്ലേ. ഞാൻ കഴിഞ്ഞ ഇടയും കൂടെ ഓർത്ത ഒന്ന് ഇസ്രായേലിൽ ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴേ യുദ്ധം എല്ലാം കൂടെ ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. പോകാനൊന്നും പ്ലാനിങ് അല്ല, ചുമ്മാ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു. യുദ്ധമാണ്. എന്നാലും നമ്മളൊന്ന് പോകാൻ ആഗ്രഹിക്കാൻ പോലും നമുക്ക് പേടി, ഭീകര അന്തരീക്ഷം അവിടെ അല്ലേ. ഇപ്പം അത് കുറഞ്ഞ്, എന്നാലും മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. എന്തിനാണ് യുദ്ധങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ അവർ പറയും പോകത്തില്ല, ഇത് വിട്ടു കൊടുക്കത്തില്ല, ഞങ്ങൾ ഇതിൻ്റെ മേൽ ജയം എടുക്കും. കാര്യം ഇത് അവകാശമാണ്. ഈ അവകാശം നേടിയെടുക്കുവാൻ ആര് ഞങ്ങളെ സഹായിക്കും? പറ. ആര് സഹായിക്കും? മനസ്സിലാക്കിക്കോണം. നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ധൈര്യം ചോർന്നു പോകുമ്പോൾ, നമ്മുടെ അകത്ത് സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മുടെ അകത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ, നിങ്ങൾ മറക്കരുത്, ഈ വചനത്തിന്റെ ഉടമസ്ഥൻ എൻ്റെ കൂടെ നിന്ന് ഈ വചനത്തിൽ എന്നെ സാക്ഷി ആക്കി മാറ്റും. ഹല്ലേലൂയ. ഈ മൈൻഡ് സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് ഇസ്രായേലിന് അവിടെ നിന്ന് ഓടാൻ പറ്റാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് നിങ്ങൾ ആലോചിക്കുക, മരുഭൂമിയിൽ കൃഷി ചെയ്ത് കണ്ടുപിടിച്ചവരവര്. അവർക്ക് നല്ല ഒന്നാന്തരം നമ്മുടെ കേരളം പോലെയുള്ള എത്രയോ സ്ഥലങ്ങൾ ലോകത്തിലുണ്ടെന്ന്. കേരളം പോലെ എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് ഓസ്ട്രേലിയ ഒക്കെ നമ്മുടെ കേരളം പോലെയാ. ലോകത്തിൽ അങ്ങനെ നല്ല എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ നല്ല നല്ല മനോഹരമായ സ്ഥലമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കുറെ കാലം മുമ്പ് ഈ കഴിഞ്ഞിടക്ക് നമ്മൾ വാർത്ത, ഇന്ത്യയിൽ ഒരു സ്വാമി, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾ എന്ത് ചെയ്തു, അമേരിക്കയുടെ ഏതോ ഒരു ഭാഗത്ത് പോയി കുറേ സ്ഥലം മേടിച്ച് ഒരു രാജ്യം സ്ഥാപിച്ച് അയാൾ അവിടെ വലിയ രാജാവിനെ പോലെ ഒരു പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്ത് വലിയ ആളായിട്ടിരിക്കുക പുള്ളി. അപ്പം അയാൾക്കത് പറ്റുമെങ്കിൽ, ഇന്ത്യയിലൊരു പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച ആ മനുഷ്യൻ അത് പറ്റുമെങ്കിൽ, ഈ ലോകത്തെ മുഴുവൻ ശക്തമായി നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇസ്രായേലിന് എത്ര അധികം പറ്റും. പക്ഷെ എന്താ പോകാത്തത്? പോകത്തില്ല. അവർ പറയും ദൈവം റെഡി ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇതിൻ്റെ മേൽ ജയം കാണും. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുറിച്ചോണം, ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനം നിങ്ങൾ കയറി പിടിച്ചാൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, കൂടെ നിൽക്കും. ദൈവം നമ്മളെ ഉന്തുന്ന ദൈവമല്ല, പകരം ആ വചനത്തെ മുറുക്കെ പിടിക്കുന്നവൻ പറയണം, കർത്താവേ ദൈവം എൻ്റെ അവകാശമാണ് എൻ്റെ ആരോഗ്യം. എൻ്റെ കൂടെ പറയാം, എൻ്റെ അവകാശമാണ് എൻ്റെ ആരോഗ്യം. എന്റെ അവകാശമാണ് എന്റെ ആരോഗ്യം. ഓർത്തോണം, കണ്ണാടി വെക്കുന്നത് കൊണ്ട് ചിലർ പറയും കണ്ണാടി വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കണ്ണാടി വെക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? കണ്ണാടി വെക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? കാഴ്ച കുറവാന്നുള്ളത്. കാഴ്ച കുറവാന്നുള്ളതാ അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ശരീരം വീക്ക് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? വീക്ക് ആയിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ മുറിവിനാൽ നിങ്ങൾക്ക് എന്തുണ്ട്? യേശുവിന്റെ ശരീരം തകർത്തിട്ടാണ്, ഒന്നോർത്ത്, യേശുവിന്റെ ബോഡി തകർക്കുക. നമുക്കറിയാം, അതെപ്പോഴും നമ്മൾ പറയുന്നല്ലേ, ചാട്ടവാറ് കൊണ്ട് കർത്താവിന്റെ ശരീരം മാറി 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 അടിച്ചു മുറിവേൽപ്പിച്ചിട്ടാണ് യേശു നമുക്ക് എന്ത് നേടിത്തന്നത്? എന്ത് നേടിത്തന്നത്? സൗഖ്യം. സൗഖ്യം. നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കരുത്, ശ്രദ്ധിച്ചോണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഏത് ശരീരത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടായിക്കോട്ടെ, അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ നേടി തന്നത് ശരിക്കും ആർക്കാ? എനിക്ക്. നിങ്ങളല്ലേ അതിന്റെ അവകാശി. സ്വന്തം ശരീരത്തിലോട്ട് കൈ വെച്ചിട്ട് പറ, കർത്താവ് എനിക്ക് ആരോഗ്യം വേണം. ആരോഗ്യം വേണം. അല്ലെങ്കിൽ കർത്താവ് ഈ ബൈബിളിൽ നീ വചനത്തെ മാറ്റണം. തമ്പുരാൻ പറയും ഞാനിത് മാറ്റത്തില്ല. കർത്താവ് പറയും ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്ത് ചെയ്യത്തില്ല?
എന്റെ വചനം എന്റെ വാക്കുകൾ മാറിപ്പോകില്ല. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ എന്ത് ചെയ്യത്തില്ല, ആകാശം മാറില്ല ഭൂമി മാറിലും എന്റെ വചനം മാറത്തില്ല. ശ്രദ്ധിച്ചോണം, മാറത്തില്ല, മാറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം കണ്ടോ? തമ്പുരാൻ പറയുന്നു, യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം കർത്താവ് പറയുകയാണ്. ഇനി ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. നമ്മൾ പറയാ, എൻ്റെ കണ്ണാടിയുടെ പവർ ഞാൻ കൂട്ടാൻ പോവാ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം, തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് പരീക്ഷിക്കണം. നിങ്ങളുടെ ശരീരത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. പരീക്ഷിക്കുക എന്നുള്ള വാക്ക് തെറ്റാ കേട്ടോ. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് നിങ്ങളൊന്ന് പറ, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ പറയുന്ന ആരോഗ്യം എൻ്റെ ശരീരത്തിൽ വേണം. അതാ എൻ്റെ അവകാശം. എൻ്റെ കൂടെ പറ, ആരോഗ്യമാണ് എൻ്റെ അവകാശം എന്ന് പറ. ആരോഗ്യമാണ് എന്റെ അവകാശം. ആരോഗ്യമാണ് എന്റെ അവകാശം. ആരോഗ്യമാണ് എന്റെ അവകാശം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ രോഗസൗഖ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഉറപ്പ് കയറണം. നമ്മളിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ചോദിച്ചോട്ടെ, ഗുളിക കിട്ടാത്തൊരവസ്ഥ വന്ന് നിങ്ങൾ എന്നാ ചെയ്യും? കോവിഡ് കാലത്ത് നമുക്ക് മനസ്സിലായി. കോവിഡ് കാലത്ത് മെഡിക്കൽ സ്റ്റോറുകാരനോ നമുക്ക് പറയാം, മരുന്ന് കിട്ടുന്നൊരു സിറ്റുവേഷൻ വന്നു, മരുന്ന് കിട്ടാത്ത സിറ്റുവേഷൻ വന്നു. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ലോകത്തിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരും. ഇതൊന്നും ലഭിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ഒന്ന് ചിന്തിച്ചേ. ഇത് ഞാൻ ഇങ്ങനെ പറയാം, ഇതൊന്നും കാശ് കൊടുത്ത്, ഇപ്പൊ നമുക്കറിയാം, പണ്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ആന്റിബയോട്ടിക് ഒക്കെ ഇപ്പൊ പഴയ വിലക്ക് കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. ഇല്ല. നിങ്ങളുടെ വരുമാനത്തിൽ വല്ല കൂടുതലും വന്നിട്ടുണ്ടോ ഇപ്പം? ഇല്ല. ഇല്ല. നമ്മുടെ വരുമാനം കൂടിയിട്ടും ഇല്ല, പക്ഷെ മരുന്നിന് വിലയും കൂടി. ഇനി ലോകത്തിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കാര്യം ലോകത്തിൽ രോഗികൾ കൂടിക്കൊണ്ടേയിരിക്കും. നാളെ ചിലപ്പോൾ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് ചിലപ്പം ഇത് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്ന് നിങ്ങൾക്ക് ചിലപ്പം സങ്കടപ്പെടും. കർത്താവേ, ഇന്നും മുതലൊന്ന് പ്രാക്ടീസ് ചെയ്തേ. കർത്താവേ, ആരോഗ്യം എന്നുള്ളത് എൻ്റെ യേശു ശരീരം തകർത്ത് എനിക്ക് നേടിത്തന്നതാ. ആമേൻ. സ്വന്തം കണ്ണെ കൈവച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പോവുക. സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് പറ, എൻ്റെ 2 കിഡ്നികളും എൻ്റെ ആന്തരിക അവയവങ്ങളും എൻ്റെ ബ്ലഡിലെ കൗണ്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആരോഗ്യമാകാൻ പോവുക. യേശു എനിക്ക് എപ്പോഴും പറഞ്ഞു, യേശു തകർത്തത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടത് ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതിനാ. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഒരാൾ വരും. ആരാ വരുന്നത്? യിരെമ്യാ പ്രവാചന പുസ്തകം വായിച്ചതുപോലെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന്. അപ്പൊ ആരുടെയാണ് ഈ വചനം മൊത്തം? കർത്താവിന്റെ, യേശുവിന്റെ. അപ്പൊ കർത്താവ് പറയാണ്, എൻ്റെ വചനം. കർത്താവ് നോക്കി, എൻ്റെ വചനം ഇപ്പൊ എവിടെയാണെന്നറിയാവോ? ഇപ്പൊ എവിടെയാ എൻ്റെ വചനം? തമ്പുരാൻ ഇങ്ങനെ നോക്കൂ, ആരുടെ അടുത്താ എൻ്റെ വചനം? നിങ്ങളിലുണ്ടോ കർത്താവിന്റെ വചനം? നിങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പൊ തോമസ് പറയാ, ഇപ്പൊ ദൈവം നോക്കുമ്പോൾ തോമസ് വേറിനകത്ത് കർത്താവ് നോക്കുക, എൻ്റെ വചനം എവിടെയാ? തോമസ് വേർ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് എന്നറിയോ? അങ്ങനെയെങ്കിൽ കർത്താവ് പറയും, അത് നിവർത്തിക്കേണ്ടതിന് ഞാൻ വ്യാപരിക്കും. വലിയ ടെൻഷനുണ്ടോ നമുക്ക്? അപ്പൊ ദൈവം തന്റെ സ്റ്റാൻഡ് പറയുകയാണ്, എൻ്റെ വചനം ആരെടുത്തു വെക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ വചനം, അതാ എടുത്തു പരിശോധിച്ചോണം, ഐ ആം റെഡി ടു പെർഫോം മൈ വേർഡ്. ഞാൻ റെഡിയാ. ഞാൻ വാക്കാ ഇഷ്ടപ്പെട്ടത്. തമ്പുരാൻ പറയുവാണ്, ഞാൻ റെഡിയാ. ഇപ്പൊ കർത്താവ് പറയാ, ഞാൻ നോക്കട്ടെ എന്ന ബൈബിളിൽ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ല. പ്രാർത്ഥിച്ചു നോക്കാം. പക്ഷെ ഇവിടെ കർത്താവ് നോക്കട്ടെ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്നാ പറഞ്ഞേക്കുന്നത്? ഐ ആം റെഡി. അതിന്റെ അർത്ഥം എന്താ? റെഡി എന്ന് എൻ്റെ അർത്ഥം എന്തോ? ഐ ആം റെഡി എന്ന് എൻ്റെ അർത്ഥം എന്തോ? ഞാൻ തയ്യാറാണ്. നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചോളൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ജാഗരിക്കുക എന്നുള്ള വാക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് നോക്കിയത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ആ വാക്ക് ജാഗരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ കറക്റ്റ് കിട്ടി. ഐ എം റെഡി ടു പെർഫോം മൈ വേർഡ്. ഞാൻ റെഡിയാണ് അത് നിവർത്തിപ്പാൻ. അപ്പോൾ ആലോചിച്ച്, ദൈവം തൻ്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തി. അപ്പൊ ഞാൻ കർത്താവേ, സാരമില്ല, കണ്ണാടി വെച്ചാലും എനിക്ക് കാണാം, ഇപ്പൊ ഇച്ചിരി വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തമ്പുരാൻ ഒന്നും ചെയ്യത്തില്ല. കർത്താവ് പറയും, ഓക്കെ,
പക്ഷെ ഒരാൾ അപ്പുറത്തിരുന്നൊന്ന് മാറിപ്പോയി, കർത്താവ് എനിക്ക് നല്ല വേദനയുണ്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല സങ്കടമുണ്ട്, നല്ല പ്രയാസമുണ്ട്, എങ്കിലും എൻ്റെ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടിട്ട് എനിക്ക് ആരോഗ്യം വന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ശരീരത്തിന് മേലെ ആരോഗ്യം വന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ശരീരത്തിന് മേലെ ആ കർത്താവ്, ഇത് കേൾക്കുമ്പോൾ ദൈവം അങ്ങോട്ട് ചാടി ഇറങ്ങും. അതാണ് ഇസ്രായേലിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത്. അല്ലാതെ അവർ മിടുക്കന്മാരായിട്ടൊന്നുമല്ല. നമുക്കറിയാം അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഒരു രക്ഷയില്ല, അല്ലേ? പക്ഷേ അവരുടെ അടുക്കൽ ദൈവം നിൽക്കുന്നതിന്റെ കാര്യം കർത്താവിന്റെ വചനം അവരുടെ ഇരിക്കുക. ദൈവത്തിന്റെ വചനം വെച്ചുകൊണ്ട് അവർ ഈ പറയുന്നത് മുഴുവനും. മനസ്സിലാകുന്നുണ്ടോ? അവർ നോക്കി, ഈ ലോകത്തിൽ ഈ പറയുന്ന പോലെ ഒന്നും വലിയ സുന്ദരമായ സ്ഥലമൊന്നും അല്ലത്. കേരളത്തിന്റെ അത്രയും പോലും സൗന്ദര്യമൊന്നും ഇല്ല. ഈ പറയുന്ന പോലെ ഒരു സൗന്ദര്യമില്ല. മരുഭൂമിയാ, പകുതി സ്ഥലവും മരുഭൂമിയാ, അല്ലേ? നിങ്ങൾ എൻ്റെ ഗൂഗിൾ മാപ്പിലേക്കായിട്ട് നോക്കിയാൽ മതി. ഭയങ്കര വലിയ എന്താ പറയുന്നത്, ഏതൻ തോട്ടം പോലെ മനോഹരമായ സ്ഥലമൊന്നും ആണോ? അല്ല. ഇസ്രായേലിൽ പോയ ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? ഇസ്രായേലിൽ പോട്ടെ, മിഡിൽ ഈസ്റ്റിൽ പോയ ഏകദേശം അല്ല അതുപോലെ. മിഡിൽ ഈസ്റ്റിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഈ ഇസ്രായേലൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന സ്ഥലമല്ലേ, അല്ലേ? ഞാൻ ഏകദേശം എൻ്റെ ബോർഡർ വരെ പോയിട്ടുണ്ട്. ബോർഡർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമല്ല, പിന്നെയും ഒത്തിരി ദൂരമുണ്ട്. ഷീന സൗകര്യമൊക്കെ അവിടെയുള്ള. മിഡിൽ ഈസ്റ്റ് ഏകദേശം സൗദിയൊക്കെ അടുത്ത് വരും, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല, അല്ലേ? ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് മണലാരവ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ മണലും പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ കുറച്ച് സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിലെ പച്ചപ്പൊക്കെ കണ്ടിട്ട് ഞാൻ മിഡിൽ ഈസ്റ്റിൽ ചെന്നപ്പോൾ ഞാൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയ സമയത്ത്, പ്രയറിന് വേണ്ടി പോയ സമയത്ത് എനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, രാത്രി ഒരു മരുഭൂമിയിൽ എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ വന്ന ആള് വഴി തെറ്റിപ്പോയിട്ട് മണിക്കൂറുകളോളം മരുഭൂമി കിടന്ന് കറങ്ങേണ്ടി വന്നു, വഴി തെറ്റിയിട്ട് രാത്രിയിൽ. എനിക്കത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥ. കാര്യം നമ്മുടെ നാട്ടിലൊരു പച്ചപ്പോ സ്ട്രീറ്റ് ലൈറ്റോ എന്തെങ്കിലുമൊക്കെ കണ്ട് നമുക്കൊരു കാണാനൊരു കുളിർമയുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വാക്തത്വം ഇവരുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് അത് നിവർത്തിപ്പാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വേണം. ഞാൻ പറയുന്നത് മരുന്നോ മറ്റു കാര്യങ്ങളോ ഡോക്ടർമാരോ മെഡിക്കൽ സയൻസോ ഒന്നും തെറ്റാന്നുള്ളതല്ല. നമ്മുടെ മുമ്പിൽ ഒരു അവകാശം കിടപ്പുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഒരു അവകാശം കിടപ്പുണ്ട്. അത് ആർക്കാ ഉള്ളത്? ഓ ബ്രദറെ, എനിക്കറിയത്തില്ല, ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, എൻ്റെ കൂടെ ഒന്ന് വ്യക്തിപരമായിട്ട് പറ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, മ്യൂട്ടൊന്നും മാറ്റണ്ട. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാനാണ് അതിൻ്റെ അവകാശി. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഈ ബൈബിളിൽ എല്ലാവരുടെയും പേരെഴുതാൻ ദൈവത്തിന് പറ്റും. പക്ഷെ അങ്ങനെ പേരെഴുതിയാൽ ഈ കോടാനുകോടി ആൾക്കാരുടെ ഈ ബൈബിൾ എങ്ങനെ നമുക്ക് ചുമന്നു നടക്കാൻ പറ്റും? അതുകൊണ്ട് കർത്താവ് പറഞ്ഞേക്കരുത് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? എല്ലാവരുടെയും പേരെഴുതാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോസ്തലൻ അവരുടെ കൈ കഴച്ചു പോകും, അവരുടെ കൈ ഒടിഞ്ഞു പോകും. ചിലപ്പം എഴുതി എത്രയോ വരാൻ പോകുന്ന ജനറേഷന്റെ വരെ രോഗത്തെ യേശു വഹിച്ചിട്ടുണ്ട്. ദൈവം റെഡിയാണ്. നമ്മൾ ഇത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറിയില്ലേലും കർത്താവെ കുഴപ്പമില്ലെന്ന് പറയരുത്. രോഗം മാറാൻ വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടത്. മനസ്സിലായോ? രോഗം മാറാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞ് പഠിക്കണം, ഇന്നു മുതൽ ശീലിക്കണം. സ്വന്തം ശരീരത്തിൻ്റെ മേൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കർത്താവെ, എൻ്റെ ആരോഗ്യം കിട്ടാൻ വേണ്ടി യേശു തകർക്കപ്പെട്ടു. ഇത് പറയുമ്പോൾ ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് നോക്കും, എൻ്റെ വചനം ഇപ്പം എവിടെയാ? ഒരാളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. തമ്പുരാൻ ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളത് വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിൽ നോക്കാൻ പറഞ്ഞത്. 2 ദിവസം പ്രാർത്ഥിച്ച് 3 ദിവസം പ്രാർത്ഥിച്ച്. ചിലർ പറയും, ബ്രദർ ഞാൻ കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ പറ, ഇസ്രായേലിൻ്റെ ദൈവം എൻ്റെ ദൈവം. ആ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ആ ദൈവം എനിക്ക് വേണ്ടിയും ഇറങ്ങി വന്ന് ഈ വചനം കേട്ടതുപോലെ പെർഫോം ചെയ്യും, നിവർത്തിപ്പാൻ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ കൂടെ എപ്പോഴും ഓർത്തോണം, ഞാൻ അവകാശിയ. ഹല്ലേലൂയ. മുടിയൻ പുത്രൻ്റെ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പാ നീ എനിക്ക് നിന്റെ മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് കാളയെ അറുത്ത് വലിയൊരു വിരുന്ന് കൊടുത്തു. മൂത്ത മകൻ ചോദിച്ചു, അപ്പാ ഇന്നേ വരെ നീ എനിക്കൊരു കാളയെ അറുത്ത് സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കാൻ തന്നിട്ടില്ലോ എന്ന് വെച്ചപ്പോൾ അപ്പം പറഞ്ഞൊരു വാക്ക് എന്നാന്നറിയാവോ? എന്നെ ഓർക്കുന്നുണ്ടോ വാക്ക്? മകനെ, നീ എപ്പോഴും എന്നോട് ഉണ്ടായിരുന്നല്ലോ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിനക്ക് വേണേ എന്ത് ചെയ്യായിരുന്നു? ആ കാളയെ അഴിച്ചുകൊണ്ട് പോയി അതിനെ നിനക്കും നിന്റെ സുഹൃത്തുക്കൾക്കും ഉപയോഗിക്കായിരുന്നു. നീ എന്നോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ പറ, കർത്താവേ, ഞാൻ എന്തിനാ ഈ വചനമെല്ലാം കേൾക്കുന്നത്? നിങ്ങളതോട് ചോദിക്കണം. ഇതെല്ലാം എന്നെ കേൾപ്പിച്ചിട്ട് കർത്താവേ, എനിക്കിത് കാണണം, ആരോഗ്യം കാണണം, സൗഖ്യം കാണണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി.
അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് നിന്ന് നോക്കി. ഇസ്രായേൽ ശ്രദ്ധിച്ചു. ഇസ്രായേൽ ഇന്ന് വരെ കർത്താവേ ഞങ്ങൾക്ക് വാഗ്ദത്തം കിട്ടണേ എന്ന് പറഞ്ഞ് കിട്ടിച്ചിട്ടില്ല. നിങ്ങൾ മുഴുവൻ മകനെ നോക്കിയോ, അവരുടെ മൈൻഡ് സെറ്റപ്പ് നോക്കിക്കേ. അവരങ്ങനെയാണോ? ഓരോ യുദ്ധം വരുമ്പോഴേക്കും നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയാൽ എൻ്റെ ദൈവമേ കർത്താവേ ഹോവേ ഞങ്ങൾക്ക് ഈ രാജ്യം തരണേന്നല്ല, അവരതിനു വേണ്ടി ജാഗരിക്കുകയാ, തയ്യാറെടുക്കുക, വിട്ടുകൊടുക്കത്തില്ല. സൈന്യങ്ങളുടെ ഹോവ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഓരോന്നും സ്റ്റാൻഡ് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഒത്തിരി നമ്മൾ നോക്കിയ കുറവുകൾ കണ്ടേക്കാം, പക്ഷെ അവരുടെ മൈൻഡ് സെറ്റപ്പ് നോക്കണം. ഞങ്ങൾ ഇറങ്ങിയാൽ ദൈവം ഇറങ്ങും. കാര്യം ഇത് ദൈവത്തിന്റെ പ്രോമിസാ. നമ്മുടെ മനോഭാവം കുഴപ്പമൊന്നുമില്ല. കർത്താവ് എങ്ങനെയും സൗഖ്യമാക്കണം, എങ്ങനെയും ഒന്നല്ല, യേശു മുറിവേറ്റത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒന്ന് പ്രതികരിച്ച് ഈ ദിവസങ്ങളൊന്ന് പ്രതികരിച്ച് ഞാൻ പറയുന്ന അത്ഭുതകരമായ മാറ്റം. ബ്രദറെ, വയസ്സാം കാലത്ത് അങ്ങനെയൊക്കെ ഉള്ളതാ, ബ്ലഡിലെ കൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമോ. ഞാൻ വീണ്ടും പറയാം, ഏത് പ്രായം ഇവിടെ വിഷയമല്ല, പ്രായം വിഷയമല്ല, ഏത് പ്രായക്കാരനും അവകാശമാണ്. ഞാൻ വീണ്ടും പറയാം, ഒരു കുടുംബത്തിൽ ഒരപ്പൻ്റെ മകൻ പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവകാശം കിട്ടാതിരിക്കുമോ? ഇല്ല. അവകാശം എന്നുള്ളത് പ്രായമായിട്ട് ബന്ധമില്ല. ഈ പ്രായത്തിലേക്ക് ഇനി എന്നാ സൗഖ്യമാകാന്, ഈ പ്രായത്തിലേക്ക് എന്നാ സൗഖ്യമാണ്? നീ വീണ്ടും പറയുന്നു, അവകാശവും പ്രായമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ന പ്രായക്കാരന് മാത്രമേ അവകാശമുള്ളെന്നുള്ളതല്ല. അപ്പൻ്റെ വചനത്തിന്, ഈ വചനത്തിന് മുഴുവൻ അവകാശം നിങ്ങൾ അവിടെ പ്രായപരിധിയില്ല, ജെൻഡർ കൊടുത്തിട്ടില്ല. ആരാണോ ഏറ്റെടുക്കുന്നത് അവർക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആരോഗ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ആരോഗ്യം എൻ്റെ അവകാശം വെച്ചിട്ട് പറയാം, ആരോഗ്യം എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്. ആവശ്യമല്ല, അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. ആ കിഡ്നിയോടൊക്കെ പറ, ആ ഹാർട്ടിനോട് പറ, ആ ബ്ലഡിനോട് പറ, ആ കൗണ്ടിനോട് പറ, ആ ലിവറിനോട് പറ, ആ പാൻക്രിയാസിനോട് പറ, അസ്ഥിയോട് പറ, ഞരമ്പിനോട് പറ. നീ കേക്ക്, സൗഖ്യവും ആരോഗ്യവും എൻ്റെ അവകാശം. നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ഒരുത്തം കയറി വന്ന് ബെഡ്റൂമിൽ കട്ടിലേ കയറി കിടന്നാൽ അപ്പം തന്നെ നിങ്ങൾ ചൂലെടുത്തവനെ അടിച്ചിറക്കത്തില്ലേ? വിശ്വാസിയാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നൊരു ബൈബിള് വായിക്കുവോ? ഏതോ പിടിച്ചുപറിക്കാരനോ കൊലപാതകയോ കള്ളനോ വന്ന് നിങ്ങളുടെ ബെഡേ കയറി പുതച്ചു മൂടി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ബൈബിളും വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവോ? നിങ്ങൾ അപ്പം തന്നെ ചാടി എന്ത് ചെയ്യും? ഒച്ച വെച്ച് ആളെ കൂട്ടി അവനെ വലിച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് എറിയും. കാരണം എന്നറിയാവോ? ആ കട്ടിലിൽ കിടക്കേണ്ട അവകാശി നിങ്ങളാണ്. ഇനി അവൻ എത്ര കടന്ന് ബഹളം വെച്ചാലും നിങ്ങൾ അവനോട് പറയുക, എന്നാ നീ അവിടെ കടന്നു എന്ന് പറയുവോ? അങ്ങനെയെങ്കിൽ പ്രിയരെ, ഞാൻ പറയുന്നു, രോഗത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. അതിനോട് പറയണം, നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ കഴിയത്തില്ല, നീ പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കണം. നീ ഇവിടെ എനിക്ക് ആരോഗ്യം വന്നേ പറ്റത്തുള്ളൂ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. അത് പ്രാർത്ഥനയല്ല കേട്ടോ. പ്രാർത്ഥന വേറെ, അവകാശം വേറെ. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തേക്ക്. കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണം. തമ്പുരാൻ പറയും, ഞാൻ നിനക്ക് അതാ അപ്പം പറഞ്ഞ മുടിയമ്പുത്രൻ്റെ അപ്പം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇതെല്ലാം നിന്റേതായിരുന്നു, നിനക്ക് കാളെ അറുത്ത് കഴിക്കായിരുന്നല്ലോ. ആമേൻ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ വരരുത്. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, എനിക്ക് എൻ്റെ അവകാശം വേണം. എൻ്റെ കൂടെ പറയും, എനിക്ക് എൻ്റെ അവകാശം വേണമെന്ന് പറയാം. ദൈവത്തിന് അങ്ങനെ പറയുന്നവരെ ഇഷ്ടം. ദൈവത്തിന് അങ്ങനെ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ ബ്രദറെ അങ്ങനെ പറയാൻ കാരണം, പഴയ നിയമത്തിലെ യാക്കോബിനെ പഠിച്ചാൽ മതി. യാക്കോബ് പറഞ്ഞൊരു വാക്ക് എന്നെ നാർക്കിൽ ഓർമ്മയുണ്ടോ? യാക്കോബ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ദൈവത്തെ വട്ടം പിടിച്ചിട്ട് എന്നാ പറഞ്ഞത്? എന്നെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. അപ്പൊ ദൈവം എന്നാ പറഞ്ഞത്? അഹങ്കാരി, നീ എന്നോട് ചോദിക്കാറായെന്നാണ് ചോദിച്ചത്. ദൈവത്തോടും ആണോ? മനുഷ്യരോടും നീ ആരാണ്? ഇസ്രായേലാകുന്നു. ഇപ്പൊ മനസ്സിലായി എന്താണ് ഇസ്രായേൽ എന്ന് അർത്ഥം? മല്ല് പിടിക്കുന്നവൻ. നിങ്ങൾ അപ്പൊ നിങ്ങൾ രോഗത്തോട് മല്ല് പിടിക്ക്, നീ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട്. എനിക്ക് കർത്താവ് എനിക്ക് ആരോഗ്യം കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഈ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മല്ല് പിടിക്കണം. ദൈവത്തിന് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല, അങ്ങനെ മല്ല് പിടിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ യാക്കോബിനെ ഒരൊറ്റ തൊഴുകി കർത്താവ് തീർപ്പിച്ചേനെ. അഹങ്കാരി, നീ എന്നോട് പട്ടം പിടിക്കാറായോ?
ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എഴുതിയേക്കുന്നത് ആദ്യം ദൂതൻ എന്ന് പറഞ്ഞ് 2 ദൈവം എന്ന് പറയുന്നുണ്ട്. വട്ടം പിടിച്ചേക്കുക. യാക്കോബ് വട്ടം പിടിച്ച ദൈവത്തെ കിട്ടുമോ? പോട്ടെ, ഒരു ദൂതനെ കിട്ടുമോ? ഒരൊറ്റ തൊഴിച്ചാൽ തെറിച്ചു പോകും. പക്ഷെ തമ്പുരാൻ തൊഴിച്ചില്ല. കർത്താവ് ഒന്ന് വിരൽ നൊടിച്ചാൽ യാക്കോബ് തെറിച്ച് കാട്ടിൽ പോയി കിടക്കും. യാക്കോബിന്റെ ഒരു ഫോസിൽ പോലും കിട്ടത്തില്ല, മൊത്തം തീർന്നു പോകും. തമ്പുരാനെ തൊഴിക്കാഞ്ഞത്? നല്ല വല്ല മനുഷ്യനുമാണോ യാക്കോബ്? നോക്കിയാ ഒന്നുമല്ല. പക്ഷെ യാക്കോബ് വട്ടം പിടിച്ചപ്പോൾ, അവൻ മല്ലി പിടിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി. കാര്യം ഇതേപോലെ ഒരു ഇസ്രായേലിനെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ എപ്പോഴും പിതാക്കന്മാരെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവരെപ്പോഴും കാര്യം എന്തൊക്കെയാണ്, അവർ പിതാക്കന്മാരെ പുറകെ പോകും. കാര്യം അവർക്കൊരു മുമ്പിൽ വെച്ചിട്ടുള്ളൊരു പ്രോമിസ് എങ്ങനെ പ്രാപിച്ച്, അത് നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ദിവസങ്ങളിൽ മല്ലി പിടിക്കുക, എനിക്ക് ആരോഗ്യം കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തിൽ. എത്ര പേര് ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്? വചനത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഇന്നു മുതൽ തീരുമാനം എടുത്ത, കർത്താവെ വചനത്തിൽ പറഞ്ഞത് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ചിലർ പറയും, അയ്യോ അങ്ങനെയൊന്നും ദൈവത്തോട് പറയരുത് കേട്ടോ, ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ ആദ്യം തന്നെ അങ്ങനെയാണ് ദൈവം ആദ്യം ഈ ഭൂമിയിൽ നിന്ന് മായ്ക്കേണ്ടത് ഇസ്രായേലിനും യാക്കോബിനെയൊക്കെയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും, കർത്താവെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്, എനിക്ക് ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് ഈ വചനത്തിൽ എഴുതപ്പെട്ടത് കണ്ടേ പറ്റത്തുള്ളൂ. കാര്യം എൻ്റെ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ നിങ്ങളൊന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു ജാഗരിക്കുന്ന ദൈവം. ഐ എം റെഡി ടു പെർഫോം മൈ വേർഡ് എന്നാണ് പറഞ്ഞത്. റെഡിയായി ഇറങ്ങി വരുന്ന ഒരു ദൈവം. കർത്താവിന് അങ്ങനെ ചെയ്യുന്നവരെ ഇഷ്ടം. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കർത്താവ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയത് ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒന്നുമല്ല, വഴിയെ പോയ ശതാധിപനെയും ശമരിയ സ്ത്രീനെയും അവിടെ വന്ന രക്തസ്രാവക്കാരി, നിന്റെ വിശ്വാസം വലുത്, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് അവര് യോഹന്നാനെ നോക്കിയോ പത്രോസിനെ നോക്കിയോ അല്ല പറഞ്ഞത്. പിടിച്ചടക്കാൻ നിൽക്കുന്നവരെയാ, അവകാശം നേടിയെടുക്കാൻ നിൽക്കുന്നവരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം. ബൈബിള് നമ്മളെ കാണിക്കുക ദൈവത്തിൻ്റെ ഒരു സ്വഭാവം. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവം നിൽക്കത്തില്ല. ബൈബിളിൽ നോക്കിയാൽ മതി. ബ്രദറെ, ഞാനിപ്പോൾ ഉദാഹരണം എപ്പോഴും കണ്ണാടി പറഞ്ഞുകൊണ്ട് തെറ്റിരിക്കില്ല കേട്ടോ, ഉദാഹരണം പറഞ്ഞു. ഇപ്പം കുഴപ്പമൊന്നുമില്ല ബ്രദറെ, കണ്ണാടി വെക്കുന്നുണ്ട്, ഇപ്പം എല്ലാം കാണാൻ പറ്റും. തമ്പുരാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ കർത്താവേ എനിക്കിതൊന്നും ഇല്ലാതെ നന്നായിട്ട് നീ കാണണം, എനിക്കിതിൻ്റെ സഹായമില്ലാതെ. കാര്യം എൻ്റെ യേശു മുറിവേറ്റത് എൻ്റെ കണ്ണിനും കൂടെ വേണ്ടിയാ, എൻ്റെ യേശു മുറിവേറ്റത് എൻ്റെ കിഡ്നിക്കും കൂടെ വേണ്ടി. അങ്ങനെ തന്നെ പറയണം. എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ആരോഗ്യം വേണം. വചനത്തിൽ പറയുന്നത് എനിക്ക് വേണം. മല്ല് പിടിക്കുക. മല്ലി പിടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, നമ്മുടെ പിശാചും മനസ്സും വന്നിട്ട് പറയും, അഹങ്കാരി ആയിക്കോട്ടെ, നീ എന്നെ അങ്ങനെ വട്ടം പിടിച്ച തൊഴിക്കാത്തൊരു കർത്താവിനെ ഞാൻ കണ്ടത്. യാക്കോബിനെ തൊഴിച്ചില്ലെങ്കിൽ എന്നെയും ദൈവം തൊഴിക്കത്തില്ല, യാക്കോബിനെ ദൈവം ആട്ടിപ്പായിച്ചില്ലെങ്കിൽ എന്നെ ആട്ടിപ്പായിക്കത്തില്ല. അത് മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അവകാശം പ്രാപിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്, അവകാശം പിടിച്ചുപിടിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവിന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത്. ഈ നിങ്ങൾ തീരുമാനമെടുത്ത്, കർത്താവേ ഞാൻ എൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയും, ഞാൻ എൻ്റെ വാക്തത്വങ്ങളുടെ സാക്ഷി ഇന്ന് മുതൽ ഞാൻ ബൈബിൾ ആ വാക്തത്വം മൊത്തം അങ്ങോട്ട് എടുത്ത് പറയാൻ തുടങ്ങാൻ പോവുക, റെഡിയാകാൻ പോവുക എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കാണാൻ പോവുക. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ ഉള്ളിൽ വന്നൊരു ചോദ്യം, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത കേട്ടോ. കുറേ കാലം മുമ്പ് അയാൾ ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമായിരുന്നു. കോവിഡിന് മുമ്പാണ് എനിക്ക് തോന്നുന്നത്, ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോ. കോവിഡിന് മുമ്പാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഒരു കമൻറ്റ് കണ്ടത്. അദ്ദേഹം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, നാളെ നമുക്ക് ഈ സുവിശേഷം ഇന്ന് പ്രാർത്ഥനയും സുവിശേഷവും കിട്ടാത്തൊരു കാലഘട്ടം വന്നാൽ എന്തു ചെയ്യും? അന്ന് ആൾക്കാർ അതിന് മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ കോവിഡ് കാലത്ത് ആൾക്കാരെല്ലാം വെപ്രാളപ്പെട്ടു, പ്രാർത്ഥനയോടെയാ. അന്ന് പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാതെ മനുഷ്യൻ വട്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ, നാളെ നിങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? മരുന്നിന് വില കൂടി, വില കൂടി, വചനം ഹൃദയത്തിൽ ഉണ്ടാവും. അപ്പൊ ഇന്ന് ആ വചനം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെ ഒരു കുഴപ്പമാണ്, നമ്മൾ മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒന്നാലോചിക്കും. ഞാൻ ആലോചിക്കാം, ഇതെല്ലാം സൗജന്യമായിട്ട് വന്നേക്കാം, ഒരു പൈസ പോലും മുടക്കണ്ട. നമുക്കൊരു ആന്റിബയോട്ടിക് മേടിക്കണമെങ്കിൽ എന്തോരം പൈസ വേണം, എന്തോരം ഇനി അങ്ങോട്ട് കൂടത്തെ. ഇതിൻ്റെയൊക്കെ മരുന്ന് കമ്പനിക്കാർ ഇത് കൂട്ടത്തേ ഉള്ളൂ, അതിനുള്ള റേറ്റ് കുത്തനെ കൂടത്തേ ഉള്ളൂ. കാര്യം മനുഷ്യൻ രോഗിയായിക്കൊണ്ടിരിക്കുക.
നമുക്കിങ്ങനെ ഒരു അനുഗ്രഹം കിടക്കുക എന്ന് ഓർത്തോണം, അവകാശം കിടക്കുക. പറയണം, ശരീരത്തിൽ കൈവച്ചിട്ട് പറ, ഇന്ന് അതിനു വേണ്ടി തന്നെ നിങ്ങളൊന്ന് ജാഗരിച്ച്, നിങ്ങളൊന്ന് റെഡിയാക്കുക. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് കൈ വെച്ചിട്ട് പറയണം, എനിക്ക് ആരോഗ്യം വേണം. എൻ്റെ ആന്തരിക അവയവത്തിൽ എന്നാ പ്രശ്നമെന്ന് എനിക്ക് സ്കാൻ റിപ്പോർട്ട് വായിച്ചിട്ട്, മെഡിക്കൽ റിപ്പോർട്ട് വെച്ച് എനിക്ക് പക്ഷേ എന്തോ സംഭവമാണെന്ന് മനസ്സിലായി, രോഗമാണെന്ന് മനസ്സിലായി. ഈ രോഗത്തിന് ചികിത്സ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അതിൻ്റെ പുറകെ പൈസ മുടക്കാൻ എൻ്റെ പൈസ ഇല്ല. പക്ഷെ സൗജന്യമായിട്ട് യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു മുറിവേറ്റ സൗഖ്യം എനിക്കുണ്ട്. കർത്താവെ, എനിക്കത് വേണം. ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ കർത്താവ് എന്നെ കാണുന്നത്, എനിക്കത് വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ ലഭിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവ്, ഈ ദിവസങ്ങളിൽ രോഗസൗഖ്യം മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നമ്മൾ അവകാശങ്ങളെ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ വേണ്ടി പോവാണ്. ഇനിയും നമ്മൾ അവകാശങ്ങളെ പറ്റി കേൾക്കാൻ പോകണം. നമ്മളത് കാണും, നമ്മളത് അനുഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും. യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ മേൽ അത് സംഭവിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അവകാശങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതല്ല, അവകാശങ്ങൾ നേടിത്തരുന്ന, ജാഗരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ ഇന്ന് ആലോചന, ഇന്നത്തെ വചന ആലോചന അതാ. ആ വചനത്തെ എനിക്ക് നേടിത്തരുന്ന ഒരു ദൈവം വ്യാപരിക്കുന്നുണ്ട്. റെഡിയായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവെ, അങ്ങ് റെഡിയാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ കോംപ്രമൈസിന്റെ പരിപാടി നിർത്തി ഇസ്രായേലിനെ പോലെ ഞാൻ റെഡിയായിട്ട് നിൽക്കുക. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നെ പേടിക്കാനാ? നിങ്ങൾ ആലോചിച്ചു, ലോകത്തിലെ സകല മനുഷ്യരെതിരെ നിന്നാലും ഇസ്രായേലിനെ മൈൻഡ് ചെയ്യത്തില്ല അവർ. ഞാൻ അവരെ പൊക്കി പറയുകയല്ല, അവരൊരു ക്വാളിറ്റി ഞാൻ പറയുവാണ്. അവരുടെ കോൺഫിഡൻസ് എന്നറിയോ? സൈന്യങ്ങളുടെ യഹോവ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ലോക പോലീസിന് അറിയപ്പെടുന്ന അമേരിക്കനെതിരായാൽ പോലും, റഷ്യ എതിരായാലും, സകല രാജ്യങ്ങളെതിരായാലും അവർ പിന്മാറത്തില്ല. കാര്യം അവർക്ക് വലിയൊരു ഒരു സപ്പോർട്ടുണ്ട്. മനുഷ്യന്റെ സപ്പോർട്ടല്ല, രാജ്യത്തിന്റെ സപ്പോർട്ടല്ല, ദൈവത്തിന്റെ സപ്പോർട്ട്. ഇതാണ് അവരുടെ ബലം. അവകാശം ഞാൻ നേടും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ 2024 ഈ മാസം കർത്താവേ, ഞങ്ങൾ ഒറ്റ വാഗ്ദത്തം പോലും വിട്ടുകളയത്തില്ല. എല്ലാത്തിനെയും ഇട്ട് ഞങ്ങൾ അവകാശം പ്രാപിക്കും. എല്ലാത്തിൻ്റെ മേൽ ഞങ്ങൾ ജയം കാണും. ഈ 2024 ഞങ്ങളെ വിട്ടു കൊടുക്കത്തില്ല. ഇതിൻ്റെ മേൽ ജയം കാണും. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് കർത്താവെ, പ്രാർത്ഥനാ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്നവരോട് ഞങ്ങൾ സഹതാപം കാണിക്കുവല്ല, അവകാശത്തിൻ്റെ മേൽ ജയത്തെ കാണാൻ പോവുകയാണ്. തിരിച്ചറിഞ്ഞോണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇറക്കി വിട്. ആവശ്യമില്ലാത്ത ചിന്തകളാണ് നമ്മളെ പലപ്പോഴും ഞെരുക്കുകയും നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇല്ല, ആരോഗ്യം ദൈവം, ചിലർ പറയത്തില്ല, കർത്താവേ നിനക്ക് മനസ്സുണ്ടേ എന്നെ സൗഖ്യമാക്കണമേ. തമ്പുരാൻ പറയും, നിന്റെ അവകാശമായി ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. യേശു എന്ന് മുറിവേറ്റോ നിന്റെ മേലെ അവകാശം വന്നിരിക്കുന്നു. ഇനി ഞാനൊന്നും ചെയ്യത്തില്ല. നീ ആ അവകാശത്തെ പിടിച്ചോണം. തമ്പുരാൻ അത് നിന്റെ മേൽ സീൽ ചെയ്ത് തരും. ഇപ്പോൾ ഞങ്ങൾ ഇതിനെ സീൽ ചെയ്യുന്ന. അപ്പോൾ ആരോഗ്യം ആ ശരീരത്തിലൂടെ കൈവച്ചിട്ട് പറയാം, എൻ്റെ അസ്ഥികൾ ആരോഗ്യം പ്രാപിക്കുക, എൻ്റെ ആന്തരിക അവയവങ്ങളുടെ മേൽ ആരോഗ്യം വ്യാപരിക്കുക, എൻ്റെ ബ്ലഡിൻ്റെ മേൽ ആരോഗ്യം വ്യാപരിക്കുക, എൻ്റെ ശരീരത്തിൻ്റെ കൗണ്ടുകളുടെ മേൽ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുക. കാര്യം ആരോഗ്യം, എനിക്ക് ആരോഗ്യം വേണം. ബൈബിളിൽ പറയുന്നു, യേശു തകർക്കപ്പെട്ടു, ഞാൻ ആരോഗ്യമായി. യേശു തകർക്കപ്പെട്ടു, എനിക്ക് സൗഖ്യം വന്നു. യേശു തകർക്കപ്പെട്ടു, ഞാൻ ജീവനും ദീർഘായുസ്സും എൻ്റെ മേൽ വന്നിരിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവേ, സാമ്പത്തിക ഞെരുക്കത്തിനോട് കൽപ്പിക്കുന്നു, ഇതല്ല എൻ്റെ അവകാശം. എൻ്റെ അവകാശം ഉയർച്ചയും വാരി വീതറി കൊടുക്കുന്നതാണ്. അപ്പം നന്മയാണ്, അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ, നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോട്ടെ. ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എൻ്റെ യേശുവേ, അങ്ങ് പ്രിയമക്കളെ സഹായിക്കുന്നല്ലോ, അങ്ങ് പ്രിയമക്കളെ അനുഗ്രഹിക്കുന്നല്ലോ. അവർ ഈ ദിവസങ്ങളിൽ അവരുടെ വിഷയങ്ങൾ, ആ വിഷയത്തിൻ്റെ മേലെ അവർ കുടുങ്ങി പോകത്തില്ല, തകർന്നു പോകത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാൽ ഉയർച്ച തന്നെ പ്രാപിക്കുന്നവർ. ഉയർച്ച തന്നെ പ്രാപിക്കുകയില്ല. പ്രാപിക്കും. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഈ ദിവസം നിങ്ങളുടെ ശരീരത്തെ ചെക്ക് ചെയ്യണം. പിന്മാറരുത്. എൻ്റെ കൂടെ പറഞ്ഞാൽ, ഞാൻ ഇനി പിന്മാറത്തില്ലെന്ന് പറ. എൻ്റെ അവകാശത്തെ ഞാൻ കാണുമെന്ന് പറ. ഞാനിനി പിന്മാറത്തില്ല, എൻ്റെ അവകാശത്തെ ഞാൻ കാണും. ഇനി ഇങ്ങനെ വേണം നിങ്ങൾ പറയാൻ. കർത്താവേ, ഈ വചനത്തിൽ എഴുതിയത് എനിക്ക് വേണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ഇത്രയും പറഞ്ഞാൽ മതി. ഇതെനിക്ക് വേണം. കാര്യം എൻ്റെ ദൈവം കള്ളം പറയത്തില്ല. എൻ്റെ ദൈവം കള്ളം പറയത്തില്ലെങ്കിൽ അനാവശ്യമായി കയറിയിരിക്കുന്ന രോഗം ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. എനിക്ക് അവകാശം, എൻ്റെ ആരോഗ്യം. യേശു എനിക്ക് വേണ്ടി, ഏത് പറഞ്ഞോണം, യേശു എനിക്ക് വേണ്ടി. ഇതാണ് എൻ്റെ ബലം. ദൈവം എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വചനം വേണം.
ആ വചനം എപ്പോഴും കയ്യിലുണ്ടാവണം. യേശു ക്രിസ്തുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടത് മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, എൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ആരോഗ്യം വന്നു. ഇത് കൈ പിടിച്ചോണം എപ്പോഴും. ഇത് വെച്ചുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാടി എണീറ്റ് സൗഖ്യമായിരിക്കും. നന്ദി കർത്താവേ, നമ്മുടെ തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ട് പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. ഈ ദിവസങ്ങളിലെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത്, മുറുക്കെ പിടിച്ചോണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ മുറുക്കെ പിടിക്കുമെന്ന് പറ. ഞാൻ പിതാവിന്റെ വചനത്തെ മുറുക്കെ ഞാൻ പിടിക്കും. മുറുക്കെ പിടിക്കും കർത്താവിന്റെ വചനങ്ങൾ. ഞാനത് കാണുമെന്ന് പറ. ഇസ്രായേലിനെ പോലെ ഞാൻ കാണുമെന്ന് പറ. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണും. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ അങ്ങനെ വേണം നമ്മളൊന്ന് മൈൻഡ്. അപ്പം നമ്മുടെ മനസ്സിനെ തളർത്തുന്ന പല ചിന്തകൾ, പല വിഷയങ്ങൾ പലതും കൊണ്ടുവരുമ്പോൾ ബലപ്പെടേണ്ടത് ദൈവവചനത്തിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഉറക്കെ പറയണം, കർത്താവേ എനിക്ക് കർത്താവിൻ്റെ ആരോഗ്യം വേണം. ഒന്ന് വാശി പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു തെറ്റുമില്ല. എനിക്ക് ദാരിദ്ര്യമല്ല എൻ്റെ അവകാശം, സമ്പന്നത, എനിക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണം. കാര്യം വചനത്തിൽ അങ്ങനെ പറയുന്നത്, യേശു ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയാണ്. എനിക്കത് കാണണം കർത്താവേ. ഇതെൻ്റെ അഹങ്കാരമല്ല, എൻ്റെ അവകാശമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ അഹങ്കാരമല്ല, എൻ്റെ അവകാശമാണ്. അത് നേടിത്തരുന്നത് ദൈവമാണ്. പേടിക്കണ്ട, ദൈവം റെഡിയാ. ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കരയുന്നവർക്ക് വേണ്ടിയല്ല, പറയുന്നവർക്ക് വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനത്തെ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്